2024 വിഷുവിനെ വരവേൽക്കാനായിട്ട് ഞാൻ വീടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അങ്ങനെ വിഷു കണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം റെഡിയാക്കാൻ പോവാണ്. ഓൾമോസ്റ്റ് രാത്രി 11 മണി ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇപ്രാവശ്യത്തെ വിഷുവിനെ വരവേൽക്കാനായിട്ട് എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ മോൻ ആദ്യമുണ്ട് ഇവിടെ. അപ്പോൾ ഋത്തുമോൻ അവനുമായിട്ട് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാളും ഉറങ്ങിയിട്ടില്ല. രാവിലെ രണ്ടാളെയും വിളിച്ചുണർത്തി കണി കാണിക്കേണ്ടതാണ്. സോ എനിക്ക് എത്രയും പെട്ടെന്ന് കണിയെല്ലാം ഒരുക്കി വെച്ചിട്ട് നേരെ പോയി കിടക്കണം. രാവിലെ എഴുന്നേൽക്കാനുള്ളതാണ്. എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിയേ ഈ കൃഷ്ണനെ. എറണാകുളത്ത് നിന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ച ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമാണിത്. ആറന്മുള കണ്ണാടി ഇല്ലാത്തത് കൊണ്ട് ഒരു ജോർജിയൻ കണ്ണാടി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം അതുപോലെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഒരു ബ്രാസിൻ്റെ തിളക്കമില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അലങ്കാരത്തിനായിട്ട് വേറെ ഒരുപാട് സാധനങ്ങൾ ചുറ്റും വെച്ചിട്ടുണ്ട്. കൃഷ്ണൻ ഒരു മുല്ലപ്പൂ മാല ചാർത്തിയാണ് ഞാൻ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. രാത്രി 10 മണിയായപ്പോഴാണ് ഞാൻ പെരുമാൾ സോസിൽ പൂമാലയ്ക്ക് ചെന്നത്. പക്ഷെ അപ്പോഴേക്കും പൂമാലയും തീർന്ന് പൂക്കളും ഓൾമോസ്റ്റ് തീർന്നു. ഫൈനലി കുറച്ച് മുല്ലപ്പൂ മാല കെട്ടിയതുണ്ടായിരുന്നു, കുറച്ച് ജമന്തി പൂക്കളും ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ, എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. ഓട്ടുരുളി ഇല്ലാത്തത് കൊണ്ട് പരന്ന ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തത്. അതിന് ഞാൻ കുറച്ച് പാലക്കാടൻ മട്ടർ റൈസാണ് ഇട്ടിരിക്കുന്നത്. ഉണക്കലരി എൻ്റെ കയ്യിലില്ല. ഓട്ടുരുളി മേടിക്കാൻ ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ്. ഓൾമോസ്റ്റ് 200 ദിറംസിന് അടുത്തുണ്ടായിരുന്നു ലുലുവിൽ. അതുകൊണ്ട് ഞാനത് വിട്ട് കളഞ്ഞു. പിന്നെ ബാക്കി സംഭവങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ കണി ഒരുക്കിയിട്ടുണ്ട്. അരിയുടെ മേലെ ഞാൻ പൈനാപ്പിൾ, പഴുത്ത മാങ്ങ, പഴം, ആപ്പിൾ, ഓറഞ്ച്, വെള്ളരി ഇതെല്ലാം വെച്ച് സെറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കൊന്നപ്പൂവിൻ്റെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും വേണ്ടിയില്ല, കിട്ടിയത് ഞാൻ അതിൻ്റെ മേലെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. ഈ കാണുന്നത് ഒരു ബാംബൂവിൻ്റെ ബൗളാണ്. അതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ജമന്തി പൂക്കളെല്ലാം അതിനകത്തിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാനൊരു കുഞ്ഞ് ഡെക്കറേറ്റീവ് ബൗളിനകത്ത് കുറച്ച് മഞ്ചാടി ഇട്ടിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് ട്രെയിലാണ് ഞാൻ നമ്മളുടെ ഗോൾഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചരി ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ തേങ്ങാമുറി, കസവ് മുണ്ടും ഗോൾഡും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തേങ്ങാമുറിയിൽ ഞാൻ കുറച്ച് കോയിൻസ് ഇട്ടിട്ടുണ്ട്. കുങ്കുമച്ചെപ്പും ബുക്കും അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കണി ഒരുക്കിയത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് കമൻറ്റ് ബോക്സിനകത്ത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. All set for വിഷുക്കണി. ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ 2 പിള്ളേരെ രാവിലെ എഴുന്നേൽപ്പിച്ച് കണി കാണിക്കണം. അപ്പം ഞാൻ കിടക്കാൻ പോകുവാണ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. സോ ഞാൻ രാവിലെ ഒരു 5:30 എഴുന്നേറ്റ് വിഷു കണി കണ്ടു. എൻ്റെ വീട്ടിലെ പൂജാ കോർണറാണിത്. അവിടെയും വിളക്ക് വെച്ചു, ഉണ്ണിയപ്പം വെച്ചു കൊടുത്തു, പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് എൻ്റെ മേജർ ടാസ്ക്. 2 ആളുമാരെയും എഴുന്നേൽപ്പിക്കണം. 2 എണ്ണവും ലേറ്റായിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. രാവിലെ 7 o'clock വിളിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഇപ്പം ഒരു 8 o'clock ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു കുട്ടികളല്ലേ, കിടന്നോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് കണി കാണിപ്പിക്കാം. ഋത്തുവിനെ വിളിക്കാൻ ചെന്നപ്പോൾ എന്നെ ഓടിച്ചു. 5 minutes കൂടെ വേണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആദ്യനെ പൊക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യനെ വിളിക്കാനായിട്ട് പോവുകയാണ്. ഈ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ആക്ച്വലി ഇവർ നീളം വെച്ച കാര്യം വിട്ടുപോയി. അതുകൊണ്ട് തന്നെ 2 പേരുടെയും ഫേസ് കിട്ടിയിട്ടില്ല ഈ വീഡിയോയിൽ. അങ്ങനെ ആദ്യനെ കൊണ്ടുവന്ന് നിർത്തി. കണ്ണ് തുറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഋത്തുവും കൂടെ വന്നിട്ട് 2 ആളും കൂടെ ഒരുമിച്ച് കാണട്ടെന്ന് വിചാരിച്ചു. ആദ്യം വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവനെ കഷ്ടപ്പെട്ട് പൊക്കി കൊണ്ടുവന്ന് നിർത്തി കണി കാണിച്ചത്. ഒരു വിഷുക്കണി കാണിക്കാൻ പെടുന്ന പാടെ. നാട്ടിലൊക്കെ കുട്ടികൾ എത്ര ഭക്തിയോട് കൂടി ഇതൊക്കെ ചെയ്യുന്നതല്ലേ. ഇവിടെ വളരുന്ന കുട്ടികൾക്കൊന്നും അതൊന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മലയാളികളുടെ ആ ഒരു കൾച്ചറും ട്രഡീഷനും നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുത്ത്
അത് ചെയ്യിപ്പിച്ച് തന്നെ വളർത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആൺകുട്ടികളായതുകൊണ്ട് അവരെ കൊണ്ട് അതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്യണം. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രഡീഷനും കൾച്ചറും ഒക്കെ വേറെ എവിടെയാണ് കാണാൻ കിട്ടുക? അപ്പോൾ നമ്മൾ തന്നെയല്ലേ അത് മനസ്സറിഞ്ഞ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. അത് നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യണം. എവിടെയാണെങ്കിലും എവിടെ ജീവിച്ചാലും നമ്മളുടെ ട്രഡീഷനും കൾച്ചറും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മളുടെ കുട്ടികളെ അത് പറഞ്ഞ് പഠിപ്പിക്കുക തന്നെ വേണം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.